അപ്പൊ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോയി വിടുന്ന കുട്ടികളുണ്ട്. അത് എന്നോട് പലരും വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇങ്ങനെ ആയിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ അത് കൊടുത്തു, ഇത് കൊടുത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴെല്ലാം ഞാൻ പറയും, ഞാൻ ഓരോരുത്തർക്കും അഡ്വൈസ് കൊടുക്കാറുണ്ട്. ഇതല്ല ലൈഫ്. അതുകൊണ്ട് തന്നെ നമ്മൾ 99% നമ്മളൊരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഊർജവും സമയവും എല്ലാം നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ 1% നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടി ജീവിക്കണം. ആ 1%-ന് 99%-നേക്കാൾ ശക്തി ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 99% നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഈ 1% കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നുള്ളത് അത് ഞാൻ എൻ്റെ കുട്ടികളോട് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പ്രണയം എന്ന് പറയുന്ന ഒരു ചതിക്കുഴിയിലേക്ക് ആസ് എ പേഴ്സൺ രഞ്ജുമാറിന് പോയി വീഴേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവര് ട്രാൻസ്ജെൻഡർ ആണ്, അവരൊരു സെക്സ് വർക്കർ ആണ്. അപ്പോൾ ഒരു ദിവസം അവരെന്നോട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ ജീവിതം എങ്ങനെയാണ് ഗദ്ദാഫി, അതായത് എനിക്ക് രാവിലെ മൊത്തം ഞാൻ കിടന്നുറങ്ങും, രാത്രി ഒരു 6 മണി 7 മണിക്ക് ശേഷം ഞാൻ രാത്രി സെക്സ് വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങും. ഈ സെക്സ് വർക്കിന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പൈസ തരുമായിരിക്കും, പക്ഷേ ചിലപ്പോൾ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവർ നമ്മളുടെ അടുത്തേക്ക് വരികയും പിന്നീട് കാര്യം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന പൈസ തരാതെ അവർ ഉപദ്രവിച്ചിട്ട് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത. നമുക്ക് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മെഡിസിൻസ്, സർജറിക്ക് ശേഷം ഇത്രയും മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അതെല്ലാം ചൂഷണങ്ങളാണ്, നമുക്ക് ചുറ്റും നടക്കുന്ന ചൂഷണങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സൗഹൃദം, സ്നേഹം, പ്രണയം, ഇഷ്ടം, ഇതെല്ലാം ഇതിന്റെ ഫാക്ടറായിട്ട് വരും. ഇപ്പം ഒരു പെണ്ണ് ഒരു സിസ്ജെൻഡറിൽപ്പെട്ട ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഒരു ട്രാൻസ് വുമൺ ആണെങ്കിലും ഒരു പുരുഷനോടൊപ്പം അവൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൾ ആ ജീവിതം തന്നെ അവന് തുറന്നു കൊടുക്കുകയാണ്. അവളുടെ ലൈഫ് അവിടെയാണ് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് ഒരു സ്ത്രീ ഒരു പുരുഷന് വശംവദയാകുന്നത്. അപ്പൊ ആ മനസ്സിലൂടെ അവൾ ചിന്തിച്ചു പോകുന്ന ഇതാണ് എൻ്റെ ലോകം എന്നുള്ളതാണ്. അവൾ ആ നെഞ്ചിൽ തല അമർത്തി, മുഖം അമർത്തി, മുറുക്ക കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഹൃദയം തേങ്ങുകയാണ്. ആ സമയം അവൾ സന്തോഷം കൊണ്ട് തേങ്ങുകയാണ്. പക്ഷെ ആ പുരുഷൻ ആഗ്രഹിക്കുന്നത് അത്രയും സമയം അവളെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു ടൈം ഓഫ് പീരീഡ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് കേറിപ്പോവുകയാണ്. അതെ, ഇപ്പം സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലും ഒരു പുരുഷനുണ്ട്. അത് മനസ്സിലാക്കണം. അത് വെറുതെ അല്ല. ഒരു സ്ത്രീ ഒരു പുരുഷന് തന്റെ ശരീരം കാഴ്ചവെക്കുമ്പോൾ സർവ്വതും കാഴ്ചവെക്കുന്നതിന് തുല്യമാണ്. അത് ഇപ്പം പണത്തിന് വേണ്ടിയിട്ട് പോകുന്ന അവരുടെ ഗതികേടാണ്. ആ പണത്തിന് വേണ്ടിയിട്ട് അവൾ പോകുമ്പോഴും അവളുടെ ഹൃദയം കൊടുത്തിരിക്കുന്ന ഒരു രൂപം എവിടെയോ ഉണ്ട്. അതെ, അപ്പൊ എക്സാക്ട് ഈ സാധനമാ പറഞ്ഞത്. അതായത് നമ്മള് രാവിലെകൾ കാണുന്നേ ഇല്ല, രാവിലെകൾ മൊത്തം നമ്മൾ കിടന്നുറങ്ങുന്നു, കാണുന്നത് മൊത്തം രാത്രികളാണ്. രാത്രികളിൽ ഈ പറയുന്ന പോലെ നമ്മള് ചൂഷണം ചെയ്തിട്ട് കടന്നു പോവുകയാണ്. ചിലപ്പോൾ നമുക്ക് പൈസ പോലും കിട്ടാറില്ല. ആ പൈസ സ്വരൂപിച്ചിട്ട് വേണം അവർക്ക് പിറ്റേ ദിവസം പോയിട്ട് ഹോർമോണൽ ടാബ്ലറ്റ്സ് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം ട്രോമകൾ ഉണ്ടല്ലോ, അതായത് ആരും മനസ്സിലാക്കാനില്ല. രാവിലെകൾ നമ്മൾ കാണുന്നില്ല, രാത്രികൾ മാത്രം. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, തുറന്നു പറയാൻ നമുക്കൊരു കൂട്ടില്ല. കൂടെയുള്ളത് മൊത്തം ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കും എവിടെ നിന്നെങ്കിലും ഒരു മഴത്തുള്ളി പോലൊരു സൗഹൃദം വരുന്നത്. അവര് പെട്ടെന്ന് വിശ്വസിക്കുക എന്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ പറ്റിയ ഒരു ഇടവാണ്. ഇവൾ രാത്രി കാലങ്ങളിൽ പോയി സമ്പാദിച്ചു കൊണ്ടുവരുന്നതെല്ലാം ഇവന് കാഴ്ച വെക്കുവാണ്. ഇവന് കാഴ്ച വെക്കുമ്പോൾ ഇവന് അതൊരു വശമാണ്. രാവിലെ എപ്പോഴെങ്കിലും ഇവളടുത്ത് പോയി കുറച്ചു നേരം ഇരിക്കുക, ഇവള് പറയുന്ന സങ്കടം കേട്ടിട്ട് ഇവളെ കൂടെ കുറച്ചു നേരം സന്തോഷിപ്പിച്ചിരിക്കുക, എൻ്റെ കാര്യങ്ങളെല്ലാം കുശാലാണ് എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ വരുന്ന സൗഹൃദങ്ങളാണ്. അറ്റ് ദ സെയിം ടൈമിൽ തന്നെ ഇയാൾ വേറെ മറ്റുള്ളടത്തും സങ്കടങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇതിനിടയിൽ. അത്തരം കുറെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന, മുമ്പേ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രേരണ, ഇതൊക്കെ വരുന്ന അവിടെ നിന്നാണ്. പണ്ട് രഞ്ജു എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ മേരിക്കുട്ടി സിനിമ കണ്ട സമയത്ത് അത് രഞ്ജുവിന് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. കാരണം ഇതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ, കാരണം പോലും അറിയാതെ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ. ഇത്തരം ഉണങ്ങാത്ത മുറിവുകളുണ്ടല്ലോ, നമ്മളെ മുൻകാലത്ത് നമ്മളെ നേരിടേണ്ടി വന്നിട്ടുള്ള അത്തരം ഉറങ്ങാത്ത മുറിവുകൾ ഇനിയും
മനസ്സിൽ ബാക്കിയുണ്ടോ? എൻ്റെ മുറിവുകളെല്ലാം ഉണക്കാനുള്ള മരുന്നുകൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലെ ബാഡ് എക്സ്പീരിയൻസിൻ്റെ ആയിട്ടുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നുള്ള മരുന്നുകൾ ഞാൻ തന്നെ സ്വരൂപിക്കുകയായിരുന്നു എൻ്റെ പിന്നീടുള്ള അനുഭവങ്ങളിൽ നിന്ന്. പക്ഷെ എത്രയൊക്കെ മായ്ച്ചാലും മായാത്ത മുറിവുകളാണ്. നമുക്കത് ഓർക്കുമ്പം എവിടെയെങ്കിലും ഒരു മുള്ളു കുത്തുന്ന വേദന വരും. അതിന് എത്ര ആദർശങ്ങൾ പറഞ്ഞാലും അത് നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് രഞ്ജു രഞ്ജിമാർ. 20 വർഷത്തോളമായി മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നു. അവഗണനകളെ ആത്മവിശ്വാസം കൊണ്ട് മറികടന്ന് ജീവിത വിജയം നേടിയ കഥയാണ് രഞ്ജുവിന് പറയാനുള്ളത്. താൻ പൂർണ്ണമായും ഒരു സ്ത്രീയായ വ്യക്തിയാണെന്ന് രഞ്ജുമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രഞ്ജു അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന കുറേ താരങ്ങളുണ്ട്. നമ്മുടെ ഈ സിനിമ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ പല താരങ്ങളുടെയും വിവാഹത്തിനും അല്ലെങ്കിൽ പ്രത്യേക ഫംഗ്ഷന് എല്ലാ കാര്യങ്ങൾക്കും മേക്കപ്പ് ചെയ്യുന്നത് രഞ്ജുമാറാണ്. നമ്മുടെ ഭാവനയുടെ വിവാഹമാണ് അതിൽ ഏറ്റവും ഹിറ്റായി മാറിയ ഒരു വിവാഹം. കാരണം മേക്കപ്പിലാണെങ്കിലും വസ്ത്രമാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയായ ഒരു വിവാഹമായിരുന്നു. ആ വിവാഹത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ രഞ്ജുമാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. പിന്നാലെ രഞ്ജുവിന്റെ സലൂൺ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും വളരെ വലിയൊരു രീതിയിൽ ഹിറ്റായി മാറുകയും പലരും രഞ്ജുവിനെ തേടിയെത്തുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പേരൂരാണ് രഞ്ജുവിന്റെ സ്വദേശം. ഒരു ഓലപ്പുരയിൽ ജനിച്ചു വളർന്ന രഞ്ജു ഇന്നൊരു ബംഗ്ലാവിന് ഉടമയാണ്. അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ ഇതായിരുന്നു രഞ്ജുവിന്റെ കുടുംബം. അച്ഛന് കൂലിപ്പണിയായിരുന്നു, അമ്മ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളി. പാടത്തിന്റെ വരമ്പിലായിരുന്നു രഞ്ജുവിന്റെ വീട്. അതിനാൽ ഓരോ മഴക്കാലവും പേടിപ്പിക്കുന്ന ഓർമ്മകളായിരുന്നു രഞ്ജുവിന്. ആ രഞ്ജു ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരുന്നില്ല, പൊതുവെ ഒരിടത്തും വരുന്നില്ല. ബിക്കോസ് എൻ്റെ അമ്മ എപ്പോഴും എന്നെ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്, ആസ് എ ഫീമെയിൽ എന്നുള്ള ഒരു ചിന്താഗതി തന്നെയായിരുന്നു അമ്മയ്ക്ക്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രൗഡ് മൂമെന്റ് എന്ന് പറയുന്നത് എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ അബോധാവസ്ഥയിൽ നിന്ന് ബോധം തെളിഞ്ഞു വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഐ ഫെൽറ്റ് എനിക്ക് തുള്ളിച്ചാടണമെന്ന് തോന്നിയിരുന്നു. യാ, സംതിങ് എന്നിൽ നിന്ന് എന്തോ പോയി. ഞാൻ എന്താഗ്രഹിച്ചോ ഞാൻ അവിടെ എത്തിച്ചേർന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് അപ്പോഴാണ് കൂടുതലായിട്ട് വന്നത്. അതർവൈസ് എനിക്ക് പിന്നീട് പോകെ ഞാനത് യൂസ്ഡായി മീൻസ് അതിന്റെ ഒരു പാർട്ട് മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. അതർവൈസ് ആം എ വുമൺ, അത് തന്നെയായിരുന്നു. ഈ പലരും ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ എടുത്ത് ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സർജറിക്ക് ശേഷം രഞ്ജു, അതായത് എല്ലാ അർത്ഥത്തിലും പെണ്ണായതിനു ശേഷം ആദ്യം ചെയ്ത കാര്യം എന്താ? ഞാൻ ചെയ്തത് എന്താ പറയാ, സൂര്യ ആയിരുന്നു എന്നെ സർജറിക്ക് എന്റെ കൂടെ നിന്നിരുന്നത്. അപ്പം സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ കാണുമ്പം എന്നെ ആദ്യം ഹഗ് ചെയ്തത് അവളാണ്, സൂര്യാണ്. എൻ്റെ മകളാണല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം. പിന്നെ എന്നെ കംപ്ലീറ്റ് നോക്കിയത് ഒരു കുഞ്ഞിനെ പോലെ തേച്ച് കുളിപ്പിച്ച്, അതായത് ഒരു കുഞ്ഞ് ജനിച്ച് അതിനെ ഇങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവരണമല്ലോ, അതെല്ലാം കൃത്യമായിട്ട് ചെയ്തത് സൂര്യാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഹഗ് ചെയ്തിരിക്കുന്നത് അവളെയാ. കരഞ്ഞോ അന്നത്തെ ദിവസം? പിന്നെ കരഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്ത് ഭാവനനെ വിളിച്ചു, വീഡിയോ കോൾ ചെയ്തു, പേളിമണിനെ വിളിച്ചു, രമ്യ നമ്പീശിനെ വിളിച്ചു, പ്രിയമണിനെ വിളിച്ചു, മമത മോഹൻദാസിനെ വിളിച്ചു. എല്ലാരും വിളിച്ചിട്ട് ഞാനിങ്ങനെ, അതായത് സർജറി ഇന്നലെ കഴിഞ്ഞു, ഇന്ന് രാവിലെ എനിക്ക് ബോധം വീണു, എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഉള്ള സംഭവമാണ്. ഇതൊക്കെ സംഭവിക്കാൻ പാടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു നൂൽപാലത്തിലുള്ള ഒരു സർജറി കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. പക്ഷെ എനിക്ക് ലോകത്തോട് വിളിച്ച് പറയണം എന്ന് എനിക്ക് തോന്നി, ബിക്കമിങ് ഐ എ വുമൺ എന്നെനിക്ക് പറയണം. ഞാൻ ആഗ്രഹിച്ചതിലേക്ക് ഞാൻ എത്തി എന്നെനിക്ക് പറയണം. അത് സാധിച്ചു. പണ്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ ആദ്യം ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്തെ, ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ അന്ന് ഉണ്ടായിരുന്ന പല മിമിക്രി ആർട്ടിസ്റ്റുകളും
രഞ്ജുവിനെ നോക്കി പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് രഞ്ജു റൂമിൽ ചെന്നിരുന്നിട്ടായിരിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് കരയുക. അവരുടെ മുമ്പിൽ ചിലപ്പോൾ കാണിക്കാതെ റൂമിൽ ചെന്നിരുന്ന് ഒറ്റയ്ക്ക് ആരോടും പരാതി പറയാതെ പരിഭവമില്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പല നിലപാടുകളും, അതായത് മുൻനിര ആക്ടേഴ്സിനോടടക്കം മുഖം നോക്കാതെ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ രഞ്ജുവിന്റെ, മാനസികമായിട്ട് അത്രയും ബോൾഡായി കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നു. എവിടെ നിന്നാ ഈ മാറ്റം കണ്ടു തുടങ്ങി? ഈ എനിക്കതൊരു ബോൾഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു ബോൾഡ്നെസ്സിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. അന്നും ഇന്നും എൻ്റെ പ്രതികരണങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. ഞാൻ പ്രതികരിച്ചിട്ടുള്ള എന്ത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതിനകത്ത് ഒരു ശരിയുണ്ടാകും. ആ ശരി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സഡൻലി പ്രതികരിക്കാത്തത്. ഞാൻ ടൈം എടുത്തേ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടുകയുള്ളൂ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ശേഷമേ ഞാൻ പ്രതികരിക്കുള്ളൂ. പലപ്പോഴും മറ്റുള്ളവരോടുള്ള പ്രതികരണം, ഞാൻ കരയുന്നത് സ്വയം എൻ്റെ വീട്ടിനകത്ത് കണ്ണാടി നോക്കി തന്നെ. അത് അന്നും ഇന്നും ഒക്കെ എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ എണ്ണിപ്പറക്കുന്നത് എൻ്റെ ബെഡ്റൂമിലാണ്. എൻ്റെ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും. മിററിൽ നോക്കി സംസാരിക്കും. നീ അത് പറഞ്ഞില്ല, നീ ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ കാണിച്ചില്ല, നീ അങ്ങനെ കാണിച്ചില്ല. ഇതെല്ലാം എൻ്റെ ദേഷ്യം മുഴുവൻ ഞാൻ അവിടെ എക്സ്പ്രസ് ചെയ്യും. അതെല്ലാം അലിഞ്ഞു പോകും. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. അതുകൊണ്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നില്ല. എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, അവരെന്ത് പറഞ്ഞു എന്നുള്ളത് പിന്നീട് ഞാൻ അതിനെപ്പറ്റി ബോധർ ചെയ്യാറില്ല. അത് അവരുടെ കൾച്ചർ, അല്ലെങ്കിൽ അവരുടെ അറിവ്, അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ, അത് മാത്രമേ ഞാൻ കണക്കാക്കുള്ളൂ. അന്ന് കളിയാക്കിയവരൊക്കെ പിന്നീട് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റസിലേക്ക് മാറിയ സമയത്ത് അവരെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? കണ്ടുമുട്ടാറുണ്ട്. പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്? ഒരു പുഞ്ചിരി, അല്ലേ? അത് അവർക്കത്, ആ ഒരു റിഫ്ലക്ഷൻ അവർക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അത് തീർന്നു. അത്രേ ഉള്ളൂ. അവർ ചിരിച്ചോ ചിരിച്ചില്ലയോ എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ ചിരിക്കും. അതാണ് ഏറ്റവും നല്ല മധുര പ്രതികാരം. ഞാൻ ചിരിക്കും. പണ്ട് ഇതുപോലെ നിലപാടുകൾ തുറന്നു പറയുന്നത് കൊണ്ട്, ഇപ്പൊ ചില നമ്മൾ പക്ഷം പിടിക്കുന്നത് കൊണ്ട് ഒരുപാട് മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലം നമ്മൾ വീട്ടിൽ ജോലിയില്ലാതിരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. അതിപ്പോഴും ഉണ്ട്. കാരണം ഞാൻ പ്രതികരിക്കുന്നവളായതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ കണ്ടാൽ അത് തെറ്റാണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കണം. പിന്നീട് അത് ആവർത്തിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അത്രയും ഒരു അറിവ് അവർക്ക് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുവാണ് അന്നും ഇന്നും ഒക്കെ. അത് എനിക്ക് മാത്രമല്ല, അഭിപ്രായങ്ങളുള്ളവരെല്ലാവരെയും തഴയുന്ന കാലഘട്ടമാണിത്. അതിപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സമാധാനം, അല്ലെങ്കിൽ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു വാക്കെങ്കിലും ഉച്ചരിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതർവൈസ് എൻ്റെ അന്നമാണ് അവിടെ മുട്ടിയിരിക്കുന്നതെന്ന് കുറെ കഴിയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, റിയലൈസ് ചെയ്യുന്നത് അപ്പോഴാണ്. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ അന്ന് അവരുടെ കൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് എൻ്റെ അന്നം മുടങ്ങുന്നുണ്ട് എന്ന് ഞാൻ റിയലൈസ് ചെയ്തു. അതും എന്നെ ബാധിക്കില്ല. ബിക്കോസ് ഞാൻ ഇനി ഒരു സപ്രപഞ്ച കട്ടിലിൽ ഒന്നും ജനിച്ച ആളല്ലല്ലോ. വായി സ്വർണ്ണക്കരണ്ടിയും കൊണ്ട് ജനിച്ച ഒരാൾക്കേ സ്വർണ്ണക്കരണ്ടി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആദ്യം വരുവുള്ളൂ. എന്നെ സംബന്ധിച്ച് പ്ലാവില കൂട്ടി കഞ്ഞി കുടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ആ പ്ലാവില കൂട്ടി കഞ്ഞി കുടിക്കുന്നതിന്റെ രുചി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിനി തിരിച്ചങ്ങോട്ട് എത്തിയാലും എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ച് ഓവർ തിങ്കിങ് ഇല്ല, അത്ര തന്നെ. ഇപ്പോഴും അത്തരം തുറന്ന നിലപാടുകൾ പറയാനും എന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും, ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിലും സാരമില്ല, അത് തുറന്നു പറയും എന്നുള്ള ഒരു മാറ്റവും വന്നിട്ടില്ല. എനിക്കത് അവർ പറഞ്ഞത്, അവരുടെ പ്രസ്താവന തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ വോട്ടവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്കും അവരെ പോലെ തന്നെ അഭിപ്രായമുണ്ട്. എന്ത് വിട്ടുത്തരം പറയാന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ലല്ലോ. അതിപ്പോ ചെറിയ കുട്ടികൾ വരെ പ്രതികരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും, അല്ലേ? അപ്പം നമ്മൾക്ക് പറയാനുള്ളത് പറയണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ തുറന്നു പറയുന്നത് കൊണ്ട് അവസരങ്ങൾ ഇല്ലാതെ ആയിട്ടുണ്ട്, അത് നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ, അതുപോലെ ഭീഷണികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ജീവിതത്തിൽ? ഇഷ്ടം പോലെ, ഇൻഡസ്ട്രിയിൽ നിന്ന് ഇഷ്ടം പോലെ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ നേരിട്ടിരുന്നത്? ഞാൻ അവരോട് പറയും, വീട് ഇന്നടുത്താണ്, വണ്ടി നമ്പർ ഇന്നതാണ്, ഞാൻ ഇന്ന ദിവസങ്ങൾ ഇന്നടുത്തോട്ട് ട്രാവൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോ, നോ പ്രോബ്ലം.
അത്രേ ഉള്ളൂ. എന്തായാലും എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടായിരിക്കുമല്ലോ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അത്രയും സമാധാനമുണ്ട്. ഓക്കെ. ഇതിപ്പോ നമ്മളെ കേരളത്തിലാണെന്ന് തോന്നുന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ മരണം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. അത് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മരണങ്ങൾ 1 by 1 ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആസ് എ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വ്യക്തി, അവരുടെ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്തൊക്കെ നല്ല മാറ്റങ്ങളാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇവിടെ കേരളത്തിലുണ്ടാകുന്നത്? ഞാൻ അതിനെപ്പറ്റി ഞാൻ തിങ്ക് ചെയ്യുന്നില്ല. ബിക്കോസ് മരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആത്മഹത്യയെ പറ്റി എനിക്കും ചിന്തിക്കാം, ഞാനും അതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതൊരു പ്രസന്റ് ഓഫ് മൈൻഡിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. അതിന് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ആസ് എ പേഴ്സൺ എന്ന നിലയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. കാരണം ഈ ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരുടെയും ചിരി നമ്മളെ നോക്കി സന്തോഷത്തോടു കൂടിയുള്ള ചിരിയാണ്, അല്ലെങ്കിൽ പ്രോത്സാഹനത്തോടു കൂടിയുള്ള ചിരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ചിരിയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിരികൾ പലതരമുണ്ട്. അത് അവരെ കിടന്ന് ചിരിക്കട്ടെ, നോ പ്രോബ്ലം. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പരിഹസിച്ച് ചിരിച്ചവര് പിന്നീട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്, നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് ഇല്ലേ? അപ്പം നമ്മൾ ഈ മരണത്തെ സ്വീകരിക്കുക എന്നുള്ള ഒരു തോട്ട് നമ്മൾ എടുത്ത് കളയണം. മരിച്ചത് കൊണ്ട് ആർക്കാണ് നഷ്ടം? നമുക്ക് തന്നെ സ്വയം നഷ്ടം വരുത്തി വെക്കുന്നേ ഉള്ളൂ. ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കും എന്നത് കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല.